എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഹൃദയത്തിൽ നിന്നും ഓണാശംസകൾ. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. തന്നെ പുറത്ത് പോകണം, വീട്ടിൽ പോകണം, കുട്ടികളെ കാണണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു കരച്ചിൽ നമ്മൾ അന്ന് മുതലേ കാണുന്നതാണ്. ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് അത് കുറച്ചുകൂടെ തീവ്രമായ രീതിയിലായിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന തൊട്ട് ടാസ്കിലൊക്കെ ആൾക്ക് അത്രയും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവത്തില്ല. ഫിസിക്കലി അത്രയും സ്ട്രോങ് അല്ല മറ്റുള്ളവരുടെ കൂട്ട്. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഓണമൊക്കെയായി തൻ്റെ കുഞ്ഞു നാട്ടിലാണ്, വീട്ടുകാരോടൊപ്പമാണ്. എങ്ങനെയായിരിക്കും, അവൻ ഹാപ്പിയാണോ, അവൻ എന്തായിരിക്കും എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഞാൻ ഇല്ലാണ്ടായോ, അങ്ങനെയൊക്കെയുള്ളൊരു ടെൻഷനും രേണുവിനുണ്ട്. അതുകൂടാതെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പുറത്തൊരുപാട് നെഗറ്റീവായിരുന്നു. അപ്പോൾ ഇപ്പം എങ്ങനെയായിരിക്കും, വീട്ടുകാരോടൊക്കെ എങ്ങനെയായിരിക്കും ആൾക്കാർ ബിഹേവ് ചെയ്യുന്നത്. കാരണം ആ ഒരു വീടിൻ്റെ പേരിൽ അത്രയ്ക്ക് ഹരാസ്മെൻ്റ് ഇവർ അനുഭവിച്ചൊരു കൂട്ടരാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. എന്തായാലും ആൾ ഭയങ്കരമായിട്ട് വിഷമത്തിലാണ്. കഴിഞ്ഞ ദിവസം അനുമോൾ ഒരുപാട് പറഞ്ഞു കൊടുത്തു, ചേച്ചി അങ്ങനെ ചേച്ചി ചിന്തിക്കണ്ട, ചേച്ചി ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ ചേച്ചി രാവിലെ പോയിട്ട് വൈകിട്ട് വരുമ്പോഴത്തേക്ക് മോനെ നോക്കാനൊക്കെ ആളില്ലേ, അപ്പോൾ ചേച്ചി വിട്ടു നിൽക്കുന്നില്ലേ, ചേച്ചി ഇനി ഇവിടുന്ന് പോയിട്ട് 2-3 ദിവസം ദൂരെ എവിടെയെങ്കിലും ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ വീട്ടിൽ വരാൻ പറ്റില്ല എന്ന് വെച്ചോ, അപ്പോഴും മോനെ ചേച്ചി കാണുന്നില്ലല്ലോ. അങ്ങനെ ചിന്തിച്ചാൽ മതി ചേച്ചി, ഇത് നമുക്ക് വീണ് കിട്ടിയ ഭാഗ്യമാണെന്ന് കരുതിയാൽ മതി. എത്രയോ പേര് ഇത് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ചേച്ചി അങ്ങനെ പറയണ്ട, ചേച്ചി ഇവിടെ നിൽക്കേ. ഈ ലാലേട്ടൻ വന്ന് ചോദിക്കുകയാണെങ്കിൽ ചേച്ചി പറയണം, എനിക്ക് പോകണ്ട ലാലേട്ടാ, ഞാൻ എൻ്റെ മാക്സിമം ചെയ്ത് ഞാനിവിടെ നിൽക്കാം എന്നേ പറയാവുള്ളൂ ചേച്ചി. അങ്ങനെ ചേച്ചി പറയണം, ചേച്ചി ഇവിടെ നിൽക്കുക, ചേച്ചിക്ക് പറ്റും, മോനെ അവർ നോക്കിക്കോളും, മോൻ സന്തോഷമായിട്ടിരിക്കുക, ഇത് കഴിഞ്ഞിട്ടൊക്കെ ചേച്ചിക്ക് നാട്ടിൽ പോയി സന്തോഷത്തോടെ ഇരിക്കരുതോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അനിയത്തിയുടെ രീതിയിലല്ല, ഒരു ചേച്ചിയുടെ കൂട്ടോ ഒരു നല്ല ഫ്രണ്ടിൻ്റെ കൂട്ടോ ഒക്കെ അനുമോൾ രേണുവിനെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ടും രേണു കരയാണ്. എനിക്ക് തോന്നുന്നത് ഒരു അമ്മ എന്നുള്ള ആ ഇത് നല്ല സ്നേഹം ആ കുഞ്ഞിനോട് ആൾക്കാർ എന്ത് പറഞ്ഞാലും ആൾക്കാർക്ക് അങ്ങനെ പറയാമല്ലോ. പക്ഷേ അമ്മ എന്നുള്ള ഒരു നല്ല ഒരു മാനസികാവസ്ഥ ഉള്ള ഒരു സ്ത്രീയാണ് രേണു എന്ന് എനിക്ക് തോന്നുന്നത്. അവരുടെ മോനോടുള്ള ഒരു സ്നേഹം, അല്ലെ മക്കളോടുള്ള സ്നേഹം, അതല്ലെങ്കിൽ അവരുടെ വീട്ടുകാരോടുള്ള സ്നേഹം ഒക്കെ രേണുവിൻ്റെ മനസ്സിലുണ്ട്. രേണു നമ്മൾ നേരത്തെ പുറത്ത് കണ്ട് അങ്ങനെ റിയാക്ട് ചെയ്ത് പോകും ചില സമയത്ത്. കാരണം നമ്മളെ ഒരാൾ അങ്ങ് വളഞ്ഞിട്ട് ആക്രമിക്കുക, അത്രയും ഹർട്ട് ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പ്രതികരിച്ചു പോകും. അവിടെ നമ്മളുടെ സങ്കടം ചിലപ്പോൾ നമ്മളുടെ ദേഷ്യമായിട്ട് വാക്കുകളിലൂടെ പുറത്തു വരും. അതുതന്നെയായിരിക്കും രേണുവിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. ഒരു വീട് കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും തെറ്റായ ഒരു വാക്കുകൾ വീണു എന്നതിൻ്റെ പേരിൽ അവരെ ഇത്രയും അങ്ങ് ഹരാസ് ചെയ്യരുത് ഇനി പ്രേക്ഷകർ. കാരണം നമ്മൾ കണ്ടെടുത്തോളം മനസ്സിലായി. ഞാൻ ഇന്നലെ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, ഈ ശൈത്യ ചെന്ന് അനുമോളുടെ കുറ്റം ശരത്തിൻ്റെയൊക്കെ എടുത്ത് പറയുന്നത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് രേണു സുധി. പക്ഷേ ഇന്നലെ ശൈത്യ അനുമോളും കൂടെ ഇതിനെ പറ്റിയൊരു തർക്കവും സംഭാഷണവും ഉള്ള സമയത്ത് രേണു അത് കേട്ടുകൊണ്ട് നിൽക്കുന്നെങ്കിലും അതുപോലെ തന്നെ പിന്നെ അനുമോളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിനക്കറിയാം അത് ആരാ പറഞ്ഞു കൊടുത്തത്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്ന സമയത്തും രേണു വാ തുറക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ കേട്ടത് ഇവിടെ പറയേണ്ട ആവശ്യകതയില്ല എന്നുള്ളൊരു ചിന്തയാണ്. അത്രയും നല്ല ക്വാളിറ്റി, അത് സ്ത്രീകളെ സംബന്ധിച്ചൊരു വലിയ ക്വാളിറ്റി തന്നെയാണത്. സ്ത്രീകളെയും പുരുഷന്മാരെ അപേക്ഷിച്ചാണെങ്കിലും വലിയൊരു ക്വാളിറ്റിയാണ് അവിടെ കേൾക്കുന്ന ഇവിടെ പറയാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ അത്രയും നല്ലൊരു വ്യക്തിയാണ് അവർ ശരിക്കും ജെനുവിനാണ്, നല്ല ഒരാൾ തന്നെയാണ്. അവർ ചെയ്യുന്ന റീൽസ് എങ്ങനെയോ ആയിക്കോട്ടെ, അതിൻ്റെ പേരിലൊന്നും അവരെ എടുത്തിട്ടിറക്കണ്ട. കുറേയെങ്കിലും പ്രേക്ഷകർ അവരെ മനസ്സിലാക്കണം. നല്ലൊരു സ്ത്രീ എന്നുള്ളൊരു പരിഗണന കൊടുക്കണം. എന്തിനാണ് നമ്മൾ ഒരാളെ വിഷമിപ്പിക്കുന്നത്? നമ്മൾക്കൊരാൾക്കൊരു വാക്കുകൊണ്ട് സന്തോഷം കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മളവരെ നൊമ്പരപ്പെടുത്താതിരിക്കുക. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം. എല്ലാവരും കമൻറ്റ് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്.